ഇന്ന് ഫെബ്രുവരി 24 ഇന്ത്യൻ ഷെയർ മാർക്കറ്റിൽ ഒരു കനത്ത ബ്രോഡ് ബേസ്ഡ് സെൽ ഓഫ് ആണ് നടന്നത്. ഒറ്റ ദിവസത്തിൽ 3 ലക്ഷം കോടിയിലധികം രൂപയുടെ സമ്പത്ത് ഇല്ലാതായി. സെൻസെക്സ് 1000 പോയിന്റിലധികം ഇടിഞ്ഞ് 82,225 ക്ലോസ് ചെയ്തു. നിഫ്റ്റി 50 25,450 ലെവൽ ബ്രേക്ക് ചെയ്ത് 25,424 ക്ലോസ് ചെയ്തത്. ബാങ്ക് നിഫ്റ്റി 61,047 സെറ്റിൽ ചെയ്തു. ഈ ഷാർപ്പ് ഫാളിന് പിന്നിലെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും താരിഫ് ത്രെട്ട് ഉയർത്തിയതോടെ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സിൽ പാനിക് ജനറേറ്റ് ചെയ്തു. അതുപോലെ തന്നെ US ഇറാൻ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് കൂടി വരുന്നതും സെന്റിമെന്റ് നെഗറ്റീവ് ആക്കുകയുണ്ടായി. IT സെക്ടറിൽ ഒരു ഹെവി സെല്ലിംഗ് പ്രഷർ വീണ്ടും കാണാൻ കഴിഞ്ഞു. നിഫ്റ്റി IT ഇൻഡെക്സ് ഏകദേശം 5% വരെ ഇടിഞ്ഞ് നമുക്ക് കാണാൻ കഴിഞ്ഞു. എ ഡ്രിവൻ വാല്യുവേഷൻ കൺസേൺസ്, അതുപോലെ തന്നെ ബ്രോക്കറേജ് ഡൗൺഗ്രേഡ്സ് ഇവയൊക്കെയാണ് പ്രധാന ട്രിഗർ ആയിട്ട് മാറിയത്. പ്രധാന IT ഹെവി വെയ്റ്റ്സ് ആയിട്ടുള്ള ടെക് മഹീന്ദ്ര, HCL ടെക്നോളജീസ്, ഇൻഫോസിസ് ഇവയൊക്കെ 5 മുതൽ 6% വരെ ഫാൾ ചെയ്യുന്നത് കാണാൻ കഴിഞ്ഞു. CLSA ഡൗൺഗ്രേഡ് കൂടി വന്നതോടെ നെഗറ്റീവ് സെന്റിമെന്റ്സ് കൂട്ടി. IT സ്റ്റോക്സ് തുടർച്ചയായിട്ടുള്ള 5ാം ദിവസവും ഡിക്ലൈൻ ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. IDFC ഫസ്റ്റ് ബാങ്ക് ഷോക്കർ. IDFC ഫസ്റ്റ് ബാങ്ക് ഓഹരികൾ ഏകദേശം 16% ഇടിഞ്ഞു. 590 കോടി ഫ്രോഡ് റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ഹെവി പാനിക് സെല്ലിംഗ് ആ ഒരു സ്റ്റോക്കിൽ കാണാൻ കഴിയും. ടെക്സ്റ്റൈൽ സ്റ്റോക്സിൽ സ്റ്റോക്സ് ഹിറ്റ്. ടെക്സ്റ്റൈൽ സ്റ്റോക്കുകൾക്കുള്ള ഗവൺമെന്റ് ബെനിഫിറ്റ്സ് കുറച്ചതിനെ തുടർന്ന് ഗോകുൽദാസ് എക്സ്പോർട്സ്, അരവിന്ദ് ലിമിറ്റഡ് ഇവയിലൊക്കെ ഒരു ഷാർപ്പ് സെല്ലിംഗ് കാണാൻ കഴിഞ്ഞു. റിലേറ്റീവ് സ്ട്രെങ്ത് നോക്കുകയാണെങ്കിൽ വാരി എനർജീസ് മാർക്കറ്റ് മുഴുവൻ റെഡ് ആയപ്പോഴും വാരി എനർജീസ് 500 മെഗാവാട്ട് സോളാർ മൊഡ്യൂൾ സപ്ലൈ ഓർഡർ അനൗൺസ് ചെയ്തതോടെ സർജ് ചെയ്യുന്നത് കാണാൻ കഴിയും. നിഫ്റ്റി ടോപ്പ് ഗെയിനേഴ്സ് നോക്കുകയാണെങ്കിൽ NTPC, കോൾ ഇന്ത്യ, JSW സ്റ്റീൽ. ഡിഫൻസീവ് സ്റ്റോക്കുകളിലേക്ക് റൊട്ടേഷൻസ് വ്യക്തമായിട്ട് കാണാൻ കഴിഞ്ഞു. നിഫ്റ്റി ടോപ്പ് ലൂസേഴ്സ് നോക്കുകയാണെങ്കിൽ ടെക് മഹീന്ദ്ര, HCL ടെക്നോളജീസ്, എട്ടേണൽ. ഓവറോൾ മാർക്കറ്റ് പിക്ചർ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് ഇൻഡിസസ് കൂടി റെഡിൽ ക്ലോസ് ചെയ്യുന്നത് കാണാൻ കഴിഞ്ഞു. ഇൻവെസ്റ്റേഴ്സിന്റെ 3 ലക്ഷം കോടി രൂപ വരെ റൈസ് ചെയ്യപ്പെട്ടു. കഴിഞ്ഞ 4 ദിവസത്തിനിടയിലെ ഏറ്റവും വേഴ്സ്റ്റ് സെഷൻ ആയിരുന്നു ഇന്നത്തേത്. ഇപ്പോൾ മാർക്കറ്റ് സെന്റിമെന്റ് കംപ്ലീറ്റ്ലി ഫിയർ ഡ്രിവൺ ആണ്. ഗ്ലോബൽ ക്യൂസ്, ജിയോ പൊളിറ്റിക്കൽ അപ്ഡേറ്റ്സുകളും ഒക്കെ അടുത്ത സെഷന്റെ ഡയറക്ഷൻ ഡിസൈഡ് ചെയ്തേക്കും. നെക്സ്റ്റ് സപ്പോർട്ട് സോൺ നിഫ്റ്റിക്ക് 25,300 25,250 റേഞ്ചിലാണ്. ശ്രദ്ധയോടെ ട്രേഡ് ചെയ്യുക, ഓവർ ലിവറേജിംഗ് അവോയ്ഡ് ചെയ്യുക. റിസ്ക് മാനേജ്മെന്റ് തന്നെയാണ് ഇപ്പോഴത്തെ നമ്മുടെ കീ. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ മാർക്കറ്റ് റൗണ്ടപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നാളെ വീണ്ടും കാണാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. ബൈ.